പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് വലിയ പാത്രത്തിലാക്കട്ടെ, കാരണം നമ്മളിതൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് അവസാനം തീക്കല്ലേ ഇടാം. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ടി വരും. ചെറിയ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു കോരി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ മുക്കിയൊക്കെ എടുത്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് പൂള ഇട്ട് കൊടുക്കും, പൂളൻ്റെ അരിഞ്ഞു വെച്ച സാധനം. അപ്പം നമുക്ക് പൂള ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിക്കൊന്നും പരത്തണ്ട, അരിഞ്ഞ് വെച്ചിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. കണ്ട നല്ലോണം ഒന്ന് മുങ്ങിയിട്ടുണ്ട്, അടിപൊളിയില്ലേ. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു തിന്നാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ടെണ്ണമല്ലേ ഇതിൽ ഉണ്ടോ, ഇങ്ങനെ ഞാൻ ആക്കിയിടണം. ഇതാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനോടൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എത്ര സിമ്പിളാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് എപ്പോഴും ഇവിടെ ഉണ്ടാവുന്നതാണ്. അടുക്കളയിലൊക്കെ പ്രത്യേകിച്ച് ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടത്. അതും ചിലരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നല്ല മുരിഞ്ഞിട്ടാണ് നമുക്കിത് ആ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുള്ളൂ, ഇനിയും മുരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഏകദേശം മുരിഞ്ഞ് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി അങ്ങനെ ഒന്ന് മുരിയണം. ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടോ, നല്ലോണമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും കിട്ടണം. നമുക്ക് നല്ലോണം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരത്തെ ഇതാക്കി വെച്ചാൽ മുളക് പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ആക്കിയെടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാണ്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എരിവുള്ള ഒന്നും ഇഷ്ടമില്ലാത്തവർ മുളകും പൊടി ഇടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മുളകും പൊടിയൊക്കെ ഇതായിട്ടാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂളപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.